പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വചനചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ 56-11 ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും? ഈ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആശ്രയം കൂടാതെ ഒരു മനുഷ്യനും ഈ ലോകത്തിൽ ജീവിപ്പാൻ സാധ്യമല്ല. നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കണമെങ്കിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു താങ്ങ് നമുക്ക് അനിവാര്യമാണ്. പലപ്പോഴും നാം ധനത്തിലും നമ്മുടെ സ്വന്തം കഴിവിലും ബലത്തിലും അധികാരത്തിന്റെ ശക്തിയിലും ആശ്രയിക്കുവാറുണ്ട്. ഈ താങ്ങുകൾ നമ്മെ താങ്ങി നിർത്തുമെന്നും ജീവിതം സുരക്ഷിതമാക്കുമെന്നും നാം വിശ്വസിക്കുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടാവുന്ന വെല്ലുവിളികളും നാം വിശ്വസിച്ച താങ്ങുകൾ തകർന്നു പോകുമ്പോഴും മുന്നോട്ട് പോകാൻ മറ്റൊരു വഴിയും കാണാതെ വരുമ്പോഴാണ് നാം ദൈവത്തിങ്കിലേക്ക് തിരിയുന്നത്. ഏതൊരു മനുഷ്യന്റെ ജീവിതം ഉറച്ചു നിൽപ്പാൻ ഒരു താങ്ങ് ആവശ്യമാണ്. പക്ഷേ മനുഷ്യൻ നൽകുന്ന താങ്ങുകൾക്ക് ഒരു പരിമിതിയുണ്ട്. നമുക്ക് താങ്ങായി നിന്നവർ പലപ്പോഴും പല കാരണങ്ങൾ പറഞ്ഞ് നമ്മെ ഒഴിവാക്കിയെന്നിരിക്കാം. എന്നാൽ നമ്മുടെ സകല ഭാരങ്ങളെയും ദുഃഖങ്ങളെയും ഏറ്റെടുപ്പാനും നമ്മൾക്ക് പൂർണ്ണമായ ആശ്വാസം നൽകുവാനും കഴിവുള്ള ഒരുവൻ നമുക്കുണ്ട്. അതാണ് ജീവിക്കുന്ന ദൈവമായ യഹോവ. സങ്കീർത്തനകാരന്റെ ചോദ്യം എത്ര അർത്ഥവത്താണ്. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും? നാം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ മനുഷ്യന്റെ ഭീഷണികളോ ലോകത്തിന്റെ പ്രയാസങ്ങളോ നാളെക്കുറിച്ചുള്ള ആശങ്കകളോ നമ്മെ ഭയപ്പെടുത്തുകയില്ല. കാരണം നാം ആശ്രയിക്കുന്നത് ഈ ലോകത്തെ സൃഷ്ടിക്കുകയും ഭരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന, ഒരിക്കലും കൈവിടാത്ത, വാക്കുമാറാത്ത ദൈവത്തിലാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയത്തിലെ സകല ഭാരങ്ങളെയും ദൈവത്തിന്റെ പക്കൽ നമുക്ക് ഇറക്കി വെക്കാം. നമ്മുടെ പൂർണ്ണമായ ആശ്രയം അവിടുന്ന് മാത്രമായിരിക്കട്ടെ. ആകയാൽ സങ്കീർത്തനകാരോട് ചേർന്ന് നമുക്കും ധൈര്യത്തോടെ പ്രഖ്യാപിക്കാം, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ഈ വലിയ പ്രത്യാശയോടെ വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേട്ട ഓരോ മക്കളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ലോകത്തിന്റെ നശ്വരമായ താങ്ങുകളിൽ ആശ്രയിക്കാതെ ഞങ്ങളെ നിത്യതയോളം സൂക്ഷിക്കുന്ന ആ ബലമുള്ള കരത്തിൽ ആശ്രയിപ്പാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.